പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന റോഡ് ഷോ തിരുവനന്തപുരം നഗരത്തിൽ പുരോഗമിക്കുകയാണ്. കരമന മുതൽ കിള്ളിപ്പാലം വരെയാണ് ഈ റോഡ് ഷോ. കിള്ളിപ്പാലത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളൊപ്പം ഉണ്ട്. കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന വി മുരളീധരൻ, നേമത്ത് മത്സരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കാട്ടാക്കടയിൽ മത്സരിക്കുന്ന കൃഷ്ണദാസ്, അതേപോലെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന R ശ്രീലേഖ തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുന്ന വാഹന വ്യൂഹമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കരമന വരെയാണ് ഈ റോഡ് ഷോ കാണാൻ ആയിരക്കണക്കിന് സ്ത്രീകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവല്ലയിലും വലിയൊരു ആൾക്കൂട്ടത്തെ ആകർഷിച്ച ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവല്ലയിലും ഒരുപാട് സ്ത്രീജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ ചെണ്ടയിൽ മുറുകുന്ന താളം നരേന്ദ്രമോദി ആസ്വദിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷെവീദ് റാവുത്തർ നമുക്കൊപ്പം ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ശരിയാണ്. പറയൂ, ചെണ്ടയിൽ കോലുകൾ വീഴുമ്പോൾ ആ താളത്തിൻ്റെ മുറുക്കത്തിനൊപ്പം നരേന്ദ്രമോദി തലയാട്ടുന്ന സന്തോഷകരമായ ആഹ്ലാദകരമായ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. വിവരങ്ങൾ ഉറപ്പായിട്ടും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് നേരത്തെ അദ്ദേഹം പുത്തരിക്കണ്ടത്ത് വന്നപ്പോൾ ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു ചെറിയ ദൂരം, ഒരു 400 മീറ്റർ റോഡ് ഷോ നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു ആൾക്കൂട്ടമാണ് ഇന്ന് ഈ സമയം വരെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കിള്ളിപ്പാലം മുതൽ കരമന ജംഗ്ഷൻ വരെയുള്ള ദൂരം അത് പൂർണ്ണാർത്ഥത്തിൽ BJP പ്രവർത്തകർ, നമുക്ക് അതിന്റെ ആ ദൃശ്യം കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് BJP പ്രവർത്തകർ മടങ്ങുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോഴും എത്രത്തോളം ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. BJP ജില്ലാ കമ്മിറ്റി അടക്കം സംസ്ഥാന കമ്മിറ്റി അടക്കം അവകാശപ്പെട്ടത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ ഇതിന്റെ ഭാഗമായി എത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ അത്രയില്ലെങ്കിൽ കൂടി അതിനോളം ആളുകളെ എത്തിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ശ്രമം അതിന്റെ ഭാഗമായിട്ടുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ആ രീതിയിൽ ആളുകൾ എത്തി എന്നുള്ളതാണ്. നിങ്ങൾ എവിടുന്നാ വരുന്നേ? പാലോട് ദൂരമല്ലേ? മോദിയെ കാണാൻ വേണ്ടി വന്നോ? കണ്ടോ? എന്താ തോന്നുന്നത് ഇത്തവണത്തെ ഈ ആവേശം കണ്ട്? എന്താ തോന്നുന്നത്? BJP ജയിക്കും. ഏതായാലും ഇതാണ് ഈ പ്രവർത്തകരുടെ ഒക്കെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രവർത്തകരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവരുടെ ആവേശം നമുക്ക് കാണാൻ സാധിക്കും. ചേട്ടാ, ഈ മോദി വന്നു പോയതിന്റെ ആവേശം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എവിടുന്നാ വരുന്നത്? നമ്മുടെ പാലോട് തിരുവനന്തപുരം പാലോട്. നമ്മുടെ ഈ ജില്ല നെടുമങ്ങാട് മണ്ഡലമാണോ? നെടുമങ്ങാട് അല്ല, നമ്മുടെ വാമനപുരം മണ്ഡലം. BJPക്ക് എങ്ങനെയാ സാധ്യത? എങ്ങനെയാ? BDJS ആണ് സ്ഥാനാർത്ഥി. NDA സാധ്യത എങ്ങനെയാ? അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് തെങ്ങന്തോപ്പ് അടയാളത്തിൽ വേണു. കാരണം അവരാണ് മത്സരിക്കുന്നത്. പരമാവധി ജനങ്ങളൊക്കെ ഇപ്പൊ ചിന്തിക്കും മോദിയുടെ ഈ വരവ് തിരുവനന്തപുരത്ത് ഇമ്പാക്ട് ഉണ്ടാക്കും. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കും. തിരുവനന്തപുരം ജില്ല ഒരു 4 സീറ്റ് കറക്റ്റ് പിടിച്ചിരിക്കും. 4 സീറ്റ് ഏതൊക്കെയാ? 4 സീറ്റ് അത് ഞങ്ങൾ പറയത്തില്ല. തീർച്ചയായിട്ടും പിടിക്കും. നിയമം പിടിക്കും, വട്ടിയൂർക്കാവ് പിടിക്കും, നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ കരമന നിൽക്കുന്ന അദ്ദേഹം പിടിക്കും. അതായത് ഇത് തന്നെയാണ് BJP പ്രവർത്തകരുടെ സ്കാൻ, അവരുടെ ആവേശം. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതല്ല. കാരണം അത്രയധികം ആളുകളെ ഈ പാലോട് നിന്ന്, മടത്തറയിൽ നിന്ന്, കുളത്തൂപ്പുഴയിൽ നിന്ന്, കൊല്ലത്ത് നിന്നടക്കം ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് BJP ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം അത് കൂട്ടുന്ന ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ അണികളെ BJPയിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആത്മവിശ്വാസമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം 4 മണ്ഡലങ്ങളിനപ്പുറത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലെ മറ്റു പല മണ്ഡലങ്ങളിലേക്കും ഒരു ഇമ്പാക്ട്, റിഫ്ലക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതും നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ കൊണ്ട് BJP ലക്ഷ്യം വെക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതാക്കളെ അവസാന ലാപ്പിൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തിക്കാനുള്ള നീക്കം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം നിയമമണ്ഡലമാണ്. നിയമമണ്ഡലം നമുക്കറിയാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഏതെങ്കിലും തരത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥലമാണ്. BJPയെ സംബന്ധിച്ച് BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നു കൊടുത്ത മണ്ഡലമാണ് നേമം. കേട്ടില്ല, BJP മാത്രമേ ജയിക്കുള്ളൂ. ഇവിടെ നേമത്ത് തൂത്തുവാരും. നമ്മൾ ഈ മോദിയുടെ വരവ് എങ്ങനെയുണ്ട് ചേച്ചി? എന്താ അതിന്റെ ആവേശം? എങ്ങനെയാണ് ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്? വളരെ സൂപ്പർ, ഗംഭീരം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എനർജറ്റിക് ആയി എന്ന് വേണം പറയാൻ. സൂപ്പർ എനർജിയാ. യെസ്. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അമ്മ എവിടുന്ന വരുന്നത്? മംഗലപുരം. മോദിയെ കണ്ടോ? അടുത്ത് കണ്ടോ? ആവേശം തകർക്കുവോ BJP? തകർക്കണം. ദൈവത്തെ കണ്ട. അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്.
പലതരത്തിലുള്ള വികാരങ്ങളുണ്ട് ആളുകൾക്ക്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ BJP കഴിഞ്ഞ ദിവസവും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ കേരളത്തിൽ മത്സരിക്കാൻ പോകുന്ന ത്രികക്ഷിയായിരിക്കില്ല, പകരം അത് NDA ഇന്ത്യ അലയൻസ് എന്നൊക്കെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ആവേശത്തിൽ നേതൃത്വം നിൽക്കുമ്പോൾ അതേ ആവേശം BJP പ്രവർത്തകർക്കും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ വോട്ട് ബമ്പ് എന്ന് രാജീവ് ചന്ദ്രശേഖർ രാവിലെ വിശേഷിപ്പിച്ചതുപോലെ ആ രീതിയിലൊരു വോട്ട് ബമ്പ് അത് നമുക്കിതാ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ലാപ്പിൽ BJPക്ക് ഒരു നേട്ടമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ആവേശം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേവലം പാലക്കാട്ടെ പൊതുയോഗം, തൃശ്ശൂരിലെ റോഡ് ഷോ, അതിനപ്പുറത്തേക്ക് ഇന്ന് തിരുവല്ലയിലെ പരിപാടി, കൊച്ചിയിൽ അതിന് മുൻപ് നടന്ന പരിപാടി, തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തി പുത്തരിക്കണ്ടത്ത് നടത്തിയ രാഷ്ട്രീയ പ്രസംഗം അടക്കമുള്ള കാര്യങ്ങൾ അത് ആവേശം പകരുന്നുണ്ട്. സ്ത്രീകൾ, അതേപോലെ വയോധികരായിട്ടുള്ള ആളുകൾ, കൂടാതെ കുട്ടികളെ അടക്കം BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫിഡൻസ് പോയിന്റ് ആയിട്ടുള്ള നേമത്ത് നടക്കുന്ന പ്രധാനമന്ത്രി നടത്തുന്ന ഒരു റോഡ് ഷോയുടെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അവരുടെ നീക്കമായതിനെ കാണാൻ സാധിക്കും. നമുക്കത് ഈ ഫ്ലക്സുകളിൽ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ പലതരത്തിലുള്ള ഫ്ലക്സുകൾ അത് ഈ റോഡ് ഷോയുടെ ഭാഗമായി അണിനിരുന്ന ആളുകളിൽ കാണാൻ സാധിക്കുമായിരുന്നു. മോദിയെ കാണാൻ എത്തിയതാണോ? അതെ അതെ. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇത് റിഫ്ലക്ട് ചെയ്യും? തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് തോന്നുന്നത്. ഇന്നത്തെ റോഡ് ഷോ ആൾക്കാർക്ക് കുറച്ച് ആവേശം കൂടുതലാണ്. BJPക്ക് കേരളത്തിൽ ഗ്രോത്ത് ഉണ്ടോ? ഉറപ്പായിട്ടും ഗ്രോത്ത് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ മേയർ ഇലക്ഷൻ തന്നെ മേയറെ തിരഞ്ഞെടുത്തത് ട്രിവാൻഡ്രം മേയറിന്റെ ഇത് തന്നെയാണ് നമുക്കൊരു വലിയൊരു തെളിവ് തന്നെയല്ലേ അത്. എങ്ങനെയുണ്ടായിരുന്നു കാര്യം? നല്ല ഡെവലപ്മെന്റ് അല്ലേ BJPക്ക്? നല്ല എത്ര മണ്ഡലം പിടിക്കും തിരുവനന്തപുരത്ത്? ഒരു 8 എണ്ണം തിരുവനന്തപുരത്ത് പിടിക്കും. കേരളത്തിൽ മൊത്തം സംസ്ഥാനം തിരുവനന്തപുരത്ത് എത്ര എണ്ണം പിടിക്കും? തിരുവനന്തപുരം 3 എണ്ണം പിടിക്കും. നമ്മൾ ഈ നിൽക്കുന്ന നിയമവും സെൻട്രലും എങ്ങനെയായിരിക്കും? നിയമം കിഴക്കൂട്ടം സെൻട്രൽ നിയമം പിടിച്ചു കഴിഞ്ഞു. അതാണ് ഈ ആവേശം സ്വാഭാവികമായും പ്രവർത്തകർക്ക് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിയുടെ പൊതുയോഗങ്ങൾ, റോഡ് ഷോകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് കാരണമായിട്ടുണ്ട്. കാരണം അത്രയധികം ആവേശത്തോടുകൂടി BJPയുടെ ഒരു ഗ്രോത്ത് അത് കേരളത്തിൽ നമുക്കറിയാം. 2016 ഒരുപക്ഷെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതിൽ 2014 അതിന്റെ കോർ നമ്മൾ കണ്ടു. അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് അത് നേമത്ത് നടന്നു. അതിനുശേഷം 2021 ആ അക്കൗണ്ട് പൂട്ടിയെങ്കിൽ കൂടി അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഞാനിപ്പോൾ ഈ നിന്ന് സംസാരിക്കുന്ന ഈ നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തത് ഏതാണ്ട് 60,000-ലധികം വോട്ടാണ്. അതായത് അതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടിന്റെ ഇൻക്രീസ് ഉണ്ടായെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 22,000-ലധികം വോട്ടിന്റെ ഇൻക്രീസ് ആയി മാറി. അതുകൊണ്ട് തന്നെയാണ് നേമം കേരളത്തിന്റെ നിയമസഭാ ചിത്രത്തിൽ ഇത്രയധികം ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യതകൾ, ത്രികോണ മത്സരത്തിന്റെ പോര് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേമം മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 27 വാർഡുകളുണ്ട്. അതിൽ 17 വാർഡുകൾ BJP പിടിച്ചതാണ്. കേവലം 5 വാർഡുകൾ മാത്രം CPM പിടിച്ചപ്പോൾ ഒരു വാർഡിൽ ഒതുങ്ങേണ്ടി വന്നു കോൺഗ്രസിന്. അങ്ങനെ BJPയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഗ്രോത്ത് ഉള്ള ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുത്തു പകർന്ന പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് ഈ റോഡ് ഷോ നടത്തിയത്. അത് കേവലം നേമത്ത് മാത്രം ഒതുങ്ങുന്ന ഇമ്പാക്റ്റ് ആയി മാറില്ല. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയെ നിർത്തിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ മൂവ് ഉണ്ട്. ആ മൂവിൽ ഏതൊക്കെ തരത്തിൽ ആ മൂവ് റിഫ്ലക്ട് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. 2016 കുമ്മനം രാജശേഖരൻ നമുക്കറിയാം വട്ടിയൂർക്കാവിൽ ഒരു വലിയ വോട്ട് വിഹിതം പിടിച്ചെടുത്തതാണ്. ആ രീതിയിൽ വട്ടിയൂർക്കാവിൽ ഇമ്പാക്ട് ഉണ്ടാക്കും. കഴക്കൂട്ടത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ V മുരളീധരൻ 2ാം സ്ഥാനത്തേക്ക് എത്തിയ മണ്ഡലമാണ്. ഇവിടെ ഒരു മുൻ കേന്ദ്രമന്ത്രിയും അതേപോലെ ഇത്തവണ ഒരു മുൻ കേന്ദ്രമന്ത്രിയും ഒരു മുൻ മന്ത്രിയും സംസ്ഥാന മന്ത്രിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പോരാട്ടമായി കഴക്കൂട്ടം മാറുന്നു. ആ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തി. ഇത്തവണ അതിന്റെ അടിയൊഴുക്കുകൾ അത് ഏതെങ്കിലും തരത്തിലൊന്ന് പാളുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് നിരാശപ്പെടേണ്ടി വരുമെന്ന് BJP കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ആ രീതിയിൽ ഈ 4 മണ്ഡലങ്ങളിൽ ആവേശം. അതിലൊക്കെ തൊട്ടപ്പുറത്ത് PK കൃഷ്ണദാസ് മത്സരിക്കുന്ന കാട്ടാക്കട മണ്ഡലമുണ്ട്, കോവളമുണ്ട്, വർക്കലയുണ്ട്, ആറ്റിങ്ങലുണ്ട്. ഈ മണ്ഡലങ്ങളിലാകെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ കൊണ്ട് സാധിക്കുമെന്ന് BJP പ്രവർത്തകരും BJP നേതൃത്വവും വിശ്വസിക്കുന്നു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി കരമന ജയൻ, വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന R ശ്രീലേഖ, കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന V മുരളീധരൻ തുടങ്ങിയവരെല്ലാം അദ്ദേഹത്തിനൊപ്പമുണ്ട്. മാത്രമല്ല ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ത്രികോണ മത്സരം കടുത്തടിയിൽ നടക്കുന്ന മണ്ഡലങ്ങളാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ റോഡ് ഷോ ഇപ്പോൾ നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയ്ക്ക് തൃശ്ശൂർ ഉള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.